ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളിഫ്ലവറിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ അത് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ലൈക്ക് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഒരു 5-8 ചുവടേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 2-3 എണ്ണമൊക്കെ പൂവിടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മുടെ ഇതിൻ്റെ ചുവട്ടിലെ പഴുത്തയും അതുപോലെ പുഴു തിന്ന ഇലകളോ വാടിയ ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ചെടിയെ ഇങ്ങനെ ഫ്രഷാക്കി നിർത്തുക. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ പൂ വന്ന നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ മുകൾ വശത്തെ ഒരു 3-4 ഇലകൾ ഇതുപോലെ കൂട്ടി നമ്മുടെ വാഴയുടെ വള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. വാഴവള്ളി വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ കുതിർത്ത് വെച്ച് മയം വരുത്തിയ ആ ഒരു വള്ളി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കും. അതും ലൂസായിട്ടാട്ടോ, ടൈറ്റിലല്ല, ലൂസായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈച്ച ശല്യം നല്ലോണം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ കെട്ടിവെച്ച് ബാക്കി ഇതാ നമ്മുടെ കോളിഫ്ലവറും ഇതുപോലെ നിൽപ്പുണ്ട് കേട്ടോ. പൂവാവാത്തതൊക്കെ ആവാനൊക്കെ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുവാണ്. അപ്പോൾ അതാ പറഞ്ഞ. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയക്കുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവറിന് ഒരുപാടുണ്ടോ, വിൽപ്പനയ്ക്കുണ്ടോ എന്നൊക്കെ ചോദിച്ച്. വിൽപ്പനയ്ക്കൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ഒരു കുഞ്ഞടുക്കളത്തോട്ടാണ്. അതിൽ എല്ലാ കൂട്ടം ഒരു 3-4 ചുവട് നടന്നു എന്നേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്നും ഇരണ്ടുമൊക്കെ നട്ടു. അതിൽ നിന്നെല്ലാം നമ്മൾ അറിഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. കൃഷിയെക്കുറിച്ച് അങ്ങനെ വലിയ അറിവോ ധാരണയോ ഒന്നുമില്ല. ഒക്കെ നമ്മൾ പരീക്ഷണം പോലെ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ 1-2 തൈകളൊക്കെ വാങ്ങി ഗ്രോ ബാഗിലൊക്കെ നട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല റിസൾട്ട് കിട്ടി. ഇപ്പോൾ ഒരു 5-8 എണ്ണം മണ്ണിൽ നട്ടിട്ടുണ്ട്. അതും വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം വലിപ്പത്തിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മതി. ഇനിയിപ്പോൾ ഇതിന് വലിപ്പം കുറഞ്ഞിട്ടാണെങ്കിൽ ചിലരൊക്കെ കമൻറ്റ് പറയും അതിന് നമ്മൾ അധികം കെയറിങ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇതുപോലെ കുഞ്ഞിതായിപ്പോയെന്ന് പറയും. അതിന് നല്ല വലിപ്പം ഉണ്ടെങ്കിൽ പറയും നല്ലതുപോലെ രാസവളം ഇട്ട് കൊടുത്താണ് ഇത്രയും വലിപ്പം കിട്ടിയെന്നറിയും. എന്താ ചെയ്യുക, നമുക്ക് വലിപ്പത്തിലോ അതുപോലെ അതിൻ്റെ രൂപത്തിലോ പാകത്തിലോ ഒന്നുമല്ല, നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് നമ്മുടെ വീട്ടിലുള്ളവർക്കും നമുക്കും, അതായത് ഒരു കെമിക്കലും ഇല്ലാത്തത്. ഇനി കുഞ്ഞിതാണെങ്കിലും നമുക്ക് ഒരു നേരത്തെ കറി വെക്കാനുള്ളത് ഒരു എന്താ വെച്ചാൽ വിഷമൊന്നുമില്ലാത്ത കഴിക്കാനും കൊടുക്കാനും പറ്റിയെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. വിൽപ്പനയ്ക്കോ അങ്ങനെ വലിയ കൃഷി രീതിയോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. ഒക്കെ ഓരോ പരീക്ഷണങ്ങൾ. എല്ലാം വെച്ചാൽ എല്ലാം 2-3 തൈകളേ ഉള്ളൂ. പയറും അതുപോലെ മറ്റുള്ള പയറുകളും തക്കാളി നമ്മുടെ മുളക് ഒക്കെ കുറേശ്ശെയായിട്ട് അങ്ങനെ ചെയ്യുന്നു മാത്രം. അപ്പോൾ അതാ ഇതുപോലെ തണ്ടുകളൊക്കെ പൊങ്ങി നിൽക്കുന്നതിനാണ് ചുവട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് നല്ല രീതിയിൽ മണ്ണുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം നനയ്ക്കുന്നതിനനുസരിച്ച് ഇതിനെ മണ്ണ് നീങ്ങി പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വീണ്ടും നമ്മൾ ചുവട്ടിൽ നല്ലതുപോലെ മണ്ണിട്ട് കൊടുക്കുക. ഇത്രയൊക്കെ ചെറിയ കെയറിങ് ഒക്കെ മതി നമ്മുടെ അത്യാവശ്യത്തിന്. നമുക്ക് വിഷരഹിത പച്ചക്കറി നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നട്ടിട്ടില്ലാത്തവരും നടാനാണെങ്കിലും മടിയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തുള്ള നഴ്സറിയിലൊക്കെ പോയാൽ കിട്ടും ഇതിൻ്റെ തൈകൾ. അതോ കൃഷിഭവനിൽ നിന്നൊക്കെ വാങ്ങുക. 1-2 തൈകളൊക്കെ നട്ട് ഒന്ന് റെഡിയാക്കി നോക്കുക.